ഹായ് വെൽക്കം ബാക്ക് ടു അബീസ് വിഷൻ. നമ്മുടെ ഗൂഗിള് നമ്മളെല്ലാവരും ശ്രദ്ധിക്കുന്ന ഒരു കാര്യം, നമ്മൾ പല കാര്യങ്ങളും സെർച്ച് ചെയ്യാൻ വേണ്ടി നമ്മൾ ഗൂഗിൾ ഉപയോഗിക്കാറുണ്ട് അല്ലേ. ഗൂഗിളിലുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഞാൻ പറയുന്നത്. ഗൂഗിളിൽ നമുക്കിപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്നത്, നിങ്ങളുടെ ഫോൺ അപ്ഡേറ്റഡ് വേർഷൻ ആണോ നോക്കുക. ഗൂഗിൾ വന്നിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമുക്ക് വളരെ ഫണ്ണി ആയിട്ട് തോന്നും നമുക്ക് കാണുന്ന സമയത്ത്. അപ്പോൾ ഞാനത് പറഞ്ഞിരുന്നതിനേക്കാളും നല്ലത് ഞാൻ ആ വീഡിയോയിൽ നിങ്ങൾക്ക് കാണിച്ചു തരുന്ന സമയത്ത് നിങ്ങൾക്ക് നല്ലപോലെ മനസ്സിലാവും. അപ്പം അതുകൊണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരേക്കാണ്. ഏറ്റവും ലാസ്റ്റിൽ കാണിക്കുന്ന ആ ഒരു ഓപ്ഷൻ ഉണ്ട്. ആ ഒരു കാര്യം കൂടി നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ വളരെ ഫണ്ണി ആയിട്ട് തോന്നും. പ്രത്യേകിച്ച് നിങ്ങളുടെ വീട്ടിലൊക്കെ കുട്ടികൾ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അവർക്ക് കാണിച്ചു കൊടുക്കുന്ന സമയത്ത് വളരെ രസകരമായിട്ട് തോന്നുന്ന ഒരു വീഡിയോ ആണ്. അറിയുന്നവരാണെങ്കിൽ അറിയാത്തവർ കൂടി ഇത് ഷെയർ ചെയ്ത് കൊടുക്കാൻ വേണ്ടി മറന്നു പോകരുത്. വീഡിയോയിലേക്ക് കിടക്കാം. നമ്മുടെ മൊബൈലില് ഗൂഗിൾ ഉണ്ട്, അതേപോലെ തന്നെ ഗൂഗിൾ ക്രോം ഉണ്ട് അല്ലെ. ഞാനിവിടെ പറയാൻ പോകുന്നത് ഗൂഗിളിലാണ് നമ്മൾ പല കാര്യങ്ങളും സെർച്ച് ചെയ്യുന്നത് അല്ലെ. പക്ഷെ നമുക്ക് ഈ ഒരു ഓപ്ഷൻ നമുക്ക് ഏറ്റവും അപ്ഡേറ്റഡ് ആണോ എന്നുള്ളത് നമ്മൾ നോക്കാൻ വേണ്ടി നമ്മൾ വേർഷൻ നമ്മൾ എന്ത് ചെയ്യുക, ഒന്ന് പ്ലേ സ്റ്റോറിൽ ഒന്ന് കയറിയതിനു ശേഷം ഒന്ന് അപ്ഡേറ്റ് ചെയ്യുക. ഇവിടെ കണ്ടില്ലേ അപ്ഡേറ്റ് വന്നിട്ടുണ്ട്, നമുക്കൊന്ന് അപ്ഡേറ്റ് ചെയ്യാം. അപ്പൊ ഗൂഗിൾ ഒന്ന് ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് അപ്ഡേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്ഡേറ്റ് ചെയ്തതിനു ശേഷം നമുക്ക് ഒന്ന് ഗൂഗിൾ ഒന്ന് കയറി നോക്കാം. ഗൂഗിൾ ഒന്ന് കയറി നോക്കി കഴിഞ്ഞാൽ ഞാനിവിടെ സെർച്ച്, നമുക്ക് പല കാര്യങ്ങളും സെർച്ച് ചെയ്തപ്പോൾ ഈ സെർച്ചിന്റെ ഓപ്ഷനിലാണ് അല്ലെ. ഇതൊരു വളരെ ഫണ്ണി ആയിട്ട് തമാശയായിട്ടുള്ള ഒരു വീഡിയോ ആണ്. ആ രീതിയിൽ തന്നെ നിങ്ങൾ അത് കാണുക. ഇവിടെ ഞാൻ ജസ്റ്റ് ഒന്ന് ഇവിടെ ഒരു ഡോഗ് എന്നൊന്ന് ഞാൻ ടൈപ്പ് ചെയ്തു. ഡോഗ്, നായ എന്നുള്ള ഡോഗ് ഞാൻ ടൈപ്പ് ചെയ്തു. ഇത് സെർച്ച് ചെയ്യുന്ന സമയത്ത് നമുക്കിവിടെ ഡോഗിന്റെ ഒരു ഇമേജ് നമുക്ക് ഇവിടെ വരും. അങ്ങനെയാണ് സാധാരണ ഉണ്ടാവുക അല്ലെ. ഇപ്പൊ ഞാൻ ഇവിടെ ഡോഗ് ടൈപ്പ് ചെയ്തിട്ടുണ്ട്, താഴെ സെർച്ച് എന്നുള്ള ഓപ്ഷൻ വന്നു, ഞാൻ സെർച്ച് ചെയ്തു. അപ്പൊ ഇവിടെ ഡോഗ് വന്നിട്ടുണ്ട് കണ്ടേ. പക്ഷെ ഈ ഡോഗിന്റെ തൊട്ടടുത്ത് കണ്ടില്ലേ, ഡോഗിന്റെ ആ ഒരു പാദത്തിന്റെ അടയാളം കണ്ടില്ല, അത് ഇവിടെ വന്നിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് നോക്കൂ. അപ്പൊ നമ്മൾ എത്ര പ്രാവശ്യം നമ്മൾ ഓരോ സ്ക്രീനിൽ നമ്മളിങ്ങനെ ടച്ച് ചെയ്യുന്നതിനനുസരിച്ച് വിരലുകൊണ്ട് അമർന്നതനുസരിച്ചിട്ട് ആ ഒരു അടയാളം അവിടെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ കൂടെ അതിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ അതിന്റെ സൗണ്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇനി നമുക്കൊന്ന് ബാക്ക് ചെയ്തിട്ട് നമുക്ക് ഡോഗ് എന്നുള്ളത് പോക്കി ഞാൻ ഇവിടെ നിന്ന് ബാക്ക് ചെയ്തിട്ട് ഞാൻ ഇവിടെ നമുക്ക് അടുത്തൊന്ന് ടൈപ്പ് ചെയ്തത് ലയൺ എന്നൊന്ന് ടൈപ്പ് ചെയ്ത് നോക്കുകയാണ്. എന്താണ് വരിക എന്നുള്ളത് നമുക്കൊന്ന് അറിയാനുള്ള ഒരു ക്യൂരിയോസിറ്റിക്ക് ഞാൻ ലയൺ എന്നൊന്ന് ടൈപ്പ് ചെയ്ത് നോക്കുകയാണ്. ലയൺ ടൈപ്പ് ചെയ്ത് നോക്കുന്ന സമയത്ത് ഇവിടെ അതേപോലെ തന്നെ ലയണിന്റെ നേരെ അടുത്തൊരു ലോഗോ വന്നിട്ടുണ്ട്. ഇവിടെ ഞാൻ ജസ്റ്റ് ഒന്ന് ആ ഒരു ബട്ടൺ ആണ്, ആ ജസ്റ്റ് ആ ബട്ടന്റെ മേലെ ക്ലിക്ക് ചെയ്യുമ്പോ കണ്ടോ ലയണിന്റെ സൗണ്ട് നമുക്ക് കേൾക്കാം. ജസ്റ്റ് ഞാൻ ഈ ലയൺ എന്നുള്ളത് മാറ്റി ഞാൻ ജസ്റ്റ് ഒന്ന് അതൊന്ന് മാറ്റാണ്. ജസ്റ്റ് ഞാൻ ലയൺ ഒന്ന് ബാക്ക് ചെയ്തിട്ട് ഞാൻ അടുത്തതായിട്ട് ഞാൻ കൊടുക്കുന്ന എലിഫന്റ് ഒന്ന് കൊടുത്തു നോക്കാണ്. എലിഫന്റ് ഒന്ന് കൊടുത്തു കഴിഞ്ഞാൽ എന്താണ് വരിക എന്നുള്ളത്. എലിഫന്റ് ആണ് എനിക്ക് ഏറ്റവും രസകരമായിട്ട് തോന്നിയത്. അതിന്റെ കൂടെ മറ്റതും കൂടി മിക്സ് ആയി പോയിട്ടുണ്ടോ എന്നൊരു സംശയമുണ്ട്. ഞാൻ എലിഫന്റ് കൊടുത്തു, അത് കേട്ടു നോക്കൂ. ഇത് വളരെ രസകരമായിട്ടുള്ള ഒരു വീഡിയോ ആണ്. ഇപ്പൊ വീട്ടിലെ കുട്ടികൾക്കൊക്കെ ഉണ്ടെങ്കിൽ വളരെ രസകരമായിട്ടാണ്, അവർക്കൊന്ന് കേൾപ്പിച്ചു കൊടുക്കും.